കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 14-ാം അധ്യായം 2-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്നത് സംഭവിക്കണമെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, വാഗ്ദാനം നിറവേറപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകളിൽ നാം ശ്രദ്ധ പതിപ്പിച്ച് ജീവിക്കണം. അപ്പോൾ നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടും, നമ്മുടെ ദുഃഖം സന്തോഷമായി മാറും. കർത്താവ് പറയുന്നവ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവകൽപ്പനകളിൽ ശ്രദ്ധ പതിപ്പിച്ച് ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നാമും കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ പ്രതികൂലമാകുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴും, നാം സ്വതന്ത്രമാകും. നാം ആരാധിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ വിട്ടുമാറും, നമ്മുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും, നമുക്ക് ദീർഘായുസ്സുണ്ടാകും എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ കടന്നു ചെല്ലാം, അവിടുത്തെ ആരാധിക്കാം, അവിടത്തേക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ കർത്താവായ യേശുവിനെ ഇന്ന് നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അവിടുന്ന് മഹോന്നതനായ ദൈവമാകുന്നു. വിശ്വാസത്തോടെ പ്രത്യാശയോടെ അവിടുത്തെ സന്നിധിയിൽ കടന്നു ചെല്ലാം. ഉദ്ധിതനായ ദൈവത്തെ ഇന്ന് നമുക്ക് ആരാധിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ അവിടുത്തോട് സമർപ്പിക്കാം. ഓ എൻ്റെ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ആമേൻ, ആമേൻ. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ആമേൻ. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഇന്ന് നാം ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ഇല്ലായ്മയിലും കുറവുകളിലും സമൃദ്ധിയിലും നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിക്കാം. അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ആപത്ത് നേരത്തിലും നമ്മെ സഹായിക്കുന്ന നല്ല ദൈവം. നമുക്ക് വിശ്വാസത്തോടുകൂടി കർത്താവിനെ സ്നേഹത്തോടെ ആരാധിക്കാം. ഓ യേശു, ആദിയിൻ നേരത്തിലും മഹാവ്യാധിയിൻ കാലത്തിലും ആശ്വാസം നൽകിടും താൻ, ആമോദമേകിടുമേ. ആമേൻ, ഹല്ലേലൂയ. ആപത്തു നേരത്തിലും ശോകവേളയിലും ആശ്രയമേകിടുമേ, ആനന്ദം നൽകിടുമേ. ഹല്ലേലൂയ. ആശ്രയമേകിടുമേ, ആനന്ദം നൽകിടുമേ. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉയിരുള്ള കാലവും ആരാധിക്കാം.
ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഇന്ന് നാം നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ മാറ്റപ്പെടും, നമ്മുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴും. കർത്താവായ യേശുവിനെ നമ്മുടെ ആത്മാവിനാൽ നമുക്ക് ആരാധിക്കാം. അടഞ്ഞു കിടക്കുന്ന സമൃദ്ധിയുടെ വാതിലുകൾ അവിടെ നിന്ന് നമുക്കായി തുറന്നു തരും. അവിടുന്ന് അത്ഭുതത്താൽ നമ്മെ നിറയ്ക്കും. നമുക്ക് അവിടുത്തെ ആരാധിക്കാം, വിശ്വാസത്തോടെ കടന്നു ചെല്ലാം. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഇന്ന് നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധിച്ചാർത്തിടുമ്പോൾ ചങ്ങലകൾ തകർന്നിടുമേ, ആർപ്പോടെ സ്തുതിച്ചിടുമ്പോൾ കോട്ടകൾ ഉടഞ്ഞിടുമേ. ആത്മാവിൽ ആരാധിച്ചാൽ വാതിലുകൾ തുറന്നിടും. അത്ഭുതമന്ത്രിയാകും രാജാതിരാജാവിനെ, ആമേൻ, ഹല്ലേലൂയ. അത്ഭുതമന്ത്രിയാകും രാജാതിരാജാവിനെ. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഹല്ലേലൂയ. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. മഹത്വത്തോടെ എഴുന്നേളുന്ന കർത്താവായ യേശുവിനെ നമുക്ക് ഇന്ന് ആരാധിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി അവിടുന്ന് കടന്നു വരണമേ. മധ്യാകാശത്തിൽ എഴുന്നള്ളുമ്പോൾ അങ്ങയുടെ സ്ഥലം ചേരുവാൻ തക്ക വിധമുള്ള വിശ്വാസവും കർത്താവെ നന്മയും ഞങ്ങളിൽ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലും കടന്നു വരട്ടെ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ യേശുവേ, മരണത്തിന്റെ പാശങ്ങളെ തകർത്ത കർത്താവെ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. മരണത്തിൻ പാശങ്ങളെ മരണത്താൽ ജയിച്ചവനെ, മഹത്വനാദത്തോടെ മഹിമയിൽ വരും നാഥനെ. മധ്യാകാശവരവിൽ മതിമറന്നാരംഭിപ്പാൻ മഹിയിൽ ആരാധിക്കും ഞാൻ, മതിമറന്നാരാധിക്കും, മഹിമയിൽ ആരാധിക്കും ഞാൻ, മതിമറന്നാരാധിക്കും. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥയിലും ദൈവത്തിന്റെ ശക്തി കടന്നു വരികയും നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.